നമ്മുടെ ഒരു പോലീസ് ഓഫീസറോ ഒരു പോലീസുകാരൻ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോൺട്രവേഴ്സി ഉണ്ടല്ലോ, ഒരു സിനിമ, ഒരു പോലീസുകാരിയുടെ ബെൽറ്റിൽ അതിനെപ്പറ്റിയുള്ള ചോദ്യം, അത് ആ കോണ്ടെക്സ്റ്റിനെ പറ്റി മാത്രമല്ല ശരിക്കും. കാരണം അത്തരം സിനിമ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു വലിയൊരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ആൻഡ് വി നോ ദാറ്റ്. അതൊക്കെയാണ്. പക്ഷേ എന്തിനാണ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുന്നത്? യു ആൻഡ് ഐ നോ ദാറ്റ് ഇതെല്ലാം ഒരു പാക്കേജ് ടു ടിറ്റിലേറ്റ് എ സർട്ടൻ സെക്ഷൻ ഓഫ് ഓഡിയൻസ്. അവിടെയാണ് അതിലെ പ്രോബ്ലം. ആൻഡ് കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. ബിക്കോസ് റൈറ്റർ അല്ലെങ്കിൽ ആസ് എ ഫിലിം മേക്കർ യു വോണ്ട് ടു പോർട്രേ സംബഡി, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എല്ലാ ഗുണങ്ങളുടെയും കേന്ദ്രമായ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അയാൾക്കത് ചെയ്യാം അല്ലേ? അല്ല, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നത് മുതൽ തുടങ്ങുന്നു എൻ്റെ പ്രശ്നം. അത് തന്നെ തെറ്റാണ്. അത് തന്നെ ജീവിതത്തെ തെറ്റായി ചിത്രീകരിക്കുന്നതാണ്, സമൂഹത്തെ തെറ്റായി ചിത്രീകരിക്കുക. അങ്ങനെയല്ല മനുഷ്യനെ കാണേണ്ടത്. സൈക്കോപാത്തിക് ആയിട്ടുള്ള മനുഷ്യരുണ്ടാവും. പക്ഷേ അതല്ലാതെ ഒരു മനുഷ്യനും ഇൻറ്റൻഷനലി ഞാൻ ചീത്ത മനുഷ്യനാവണം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലല്ലോ. അതാണ് സംഭവിക്കുന്നത്. ഓവറോൾ ഇഫ് യു ലുക്ക് അറ്റ് ദറ്റ് പ്രോജക്റ്റ്, സച്ച് പ്രോജക്ട്സ്, അത് ആ ഒരു ഒരു ടോക്സിക് മാസ്കുലിനിറ്റിയെ ഗ്ലോറിഫൈ ചെയ്യണം അതിൻ്റെ ഓവറോൾ പദ്ധതി. അതിനെ നമ്മൾ മറച്ചു വെച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതൊരു സത്യമല്ലേ? എക്സാക്ട്ലി അതാണ് അവരുടെ ഉദ്ദേശം. അതല്ലാതെ ഇങ്ങനെ ഒരു പ്രത്യേക മനുഷ്യൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ സിനിമയുടെ എയിം തന്നെ ടു ക്രിയേറ്റ് സച്ച് സ്റ്റേറ്റ്മെന്റ്സ് ബേസിക്കലി. ഇത്തരം 4 സിനിമകൾ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ആർട്ട് മൂവി ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. ഞങ്ങൾ ഇത്തരം കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയ ജനം കാണുന്ന സിനിമ ചെയ്യുന്നത് കൊണ്ടാണ്. അത് ഞാൻ ഒരിക്കലും മുഖവിലേക്ക് എടുക്കാത്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഐ വിൽ ഡു ബാഡ് സ്റ്റഫ് സോ ദാറ്റ് ഐ ഗെറ്റ് റിസോഴ്സസ് ടു മേക്ക് എ ഗുഡ് വൺ എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. വൺസ് യു കണ്ടാമിനേറ്റ് യുവർ സെൽഫ് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നീട് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായി. പുതിയ ഫിലിം മേക്കേഴ്സിനോട് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം അത്. കാരണം നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന സിനിമ, നിങ്ങൾ വിശ്വസിക്കുന്ന സിനിമ ചെയ്യുക. പിന്നെ ആ സിനിമയിലെ നിങ്ങളുടെ ജീവിത ചിത്രീകരണം, നിങ്ങൾ എന്തുമാത്രം ആഴമുള്ള മനുഷ്യനാണ്, നിങ്ങൾ എന്തുമാത്രം സാമൂഹിക ബോധമുള്ള മനുഷ്യനാണ്, നിങ്ങൾ എന്തുമാത്രം ചുറ്റുമുള്ള കലകളോട് സെൻസിറ്റീവായിട്ടുള്ള മനുഷ്യനാണ് എന്നതിൻ്റെ റിഫ്ലക്ഷനാണ്. എ ഡയറക്ടർ ഈസ് എ സം ടോട്ടൽ ഓഫ് ഹിസ് ടേസ്റ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് എക്സാക്ട്ലി ദാറ്റ്. അയാൾക്ക് മ്യൂസിക്കിൽ എന്ത് ടേസ്റ്റ് ഉണ്ട്, അയാൾക്ക് സാഹിത്യത്തിൽ എന്ത് ടേസ്റ്റ് ഉണ്ട്, അയാൾക്ക് സാമൂഹിക ജീവിതത്തിൽ അയാളുടെ കാഴ്ചപ്പാട് എന്താണ്, ഇത് റിവീൽ ചെയ്യുന്നതാണ് ഓരോ സിനിമകളും. അപ്പോൾ ഇഫ് ഇറ്റ് റിവീൽസ് എ കൈൻഡ് ഓഫ് നെഗറ്റീവ് സോഷ്യൽ മെൻറ്റാലിറ്റി. I think so, especially the powerful actors. Then recently there was an actress who said that I did a certain kind of a movie because at that time I wanted money. I was running short of money and now അതിനെപ്പറ്റിയല്ല അവർ പറഞ്ഞത്. അവർ മനസ്സിലായി, ഇപ്പം എനിക്ക് മനസ്സിലായി. Later when another recent movie of her won global acclaim. It holds for everyone, cameraman, everyone. Because once you dilute your art, your values, your integrity is compromised. And that slowly it erodes. Okay, എനിക്കിത് ഇടയ്ക്ക് ചെയ്യാം എന്നുള്ള തിങ്കിങ് വരും. Definitely, it holds true for everybody. Sir, you spoke about ഒരു ലാർജർ അജണ്ട സെല്ല് ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ലൈക്ക് ഇപ്പോൾ മറ്റേ നേരത്തെ പറഞ്ഞ മാതിരി ഒരു when you're trying to show a particular scene where offensive material is shown, so it's part of a larger agenda to പിന്നെ അങ്ങനത്തെ മാസസിനെ അപ്പീൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അജണ്ടയാണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് കുറേ അജണ്ട മൂവീസ്, whatever is called agenda movies came out. So what is your reaction to that? Any agenda movies is not worth calling movies. Would you call them agenda movies? ഞാനതൊന്നും കണ്ടിട്ടില്ല. ഈ പറയുന്ന സോ കോൾ whatever you mean and what I think you mean, അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഐ ക്യാൻ ആസ് വെൽ ഇമാജിൻ എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഒരു പദ്ധതി എന്നുള്ളത്. എനിത്തിങ് വിച്ച് ഈസ് സൂപ്പർഫിഷ്യൽ ആൻഡ് ജസ്റ്റ് വൺ ഡയമെൻഷണൽ ആൻഡ് ലാക്സ് ദ കംപ്ലീറ്റ് ട്രൂത്ത് ആസ് മച്ച് ആസ് പോസിബിൾ, ദ കോംപ്ലക്സിറ്റി, are not worth
being called work of art or medium. ഇവിടുത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചും ഈ ടോക്സിസിറ്റിയെ പറ്റിയൊക്കെ അത് സിനിമയ്ക്കുള്ളിൽ ഇതാണ്. ഞാനിപ്പോൾ പുറത്ത് നമ്മൾ കാണുമ്പോൾ ഇന്ത്യയുടെ ഒരു ലാർജർ പിക്ചർ പല ഡയറക്ടർമാരായാലും ആക്ടേഴ്സായാലും വളരെ ഒരു തരം കൃത്യമായ ഒരു പൊളിറ്റിക്സ്, വേറൊരു തരം അതല്ലേ, that's exactly what she's asked, no? അത് ഈ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ ഈ കലാരൂപത്തെ തന്നെ വേറൊരു രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ സ്റ്റേറ്റ് ആയാലും അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റുകളായാലും ഇത്തരം ഒരു മാറ്റം അത് ഈ ഇന്ത്യയുടെ ഒരു സവിശേഷ സാഹചര്യത്തിൽ അതൊരു നല്ല പോക്കാണ്. ഇന്ത്യയുടെ സവിശേഷ സാഹചര്യത്തിൽ നിന്നല്ല, നമ്മളിപ്പോൾ ഇന്ന് സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് കൂടുന്നത് കൊണ്ട്. കാരണം ഇന്ന് വെറുതെ പണ്ടൊരു ചെമ്മീൻ ഇറങ്ങിയ പോലെയല്ല, ഇന്നൊരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന റിപ്പിൾസും അതുണ്ടാക്കുന്നൊരു ലോകമുണ്ട്, ചർച്ചയുടെ ഒരു ലോകമുണ്ട്. അതുകൊണ്ട് നമുക്കത് ഭയങ്കര ഇമ്പാക്റ്റ് എക്കാലത്തുള്ളതാണത്. ഇത് ഒരു വിഭാഗം ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു വിഭാഗം തിരിച്ചു ചെയ്യും, ഇല്ലേ? ലോകത്തിലെ ഓരോ രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലും ഇത്തരത്തിലുള്ള പ്രോപ്പഗാൻഡ മൂവീസ് പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതൊരു രാഷ്ട്രീയക്കാരുടെ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട് വരുന്നു എന്നതേ ഉള്ളൂ. അത് പല ഐഡിയോളജികൾക്കും അത് വരാം. സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയോളജി, ഡോഗ്മ അത്രയും സ്ട്രോങ് ആകുമ്പോൾ ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. അത് സൊസൈറ്റി അവെയർ ആവുന്നതിലൂടെ മാത്രമേ മാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള ചോദിച്ചിട്ട്, പക്ഷേ ഈ പറയുന്ന ടോക്സിക് മസ്കുലിൻ ക്യാരക്ടേഴ്സിനെ ജനം ഇഷ്ടപ്പെടുന്നിടത്തോളം അല്ലെങ്കിൽ കാശ് കൊടുത്ത് ഇവരെ കാണാൻ തയ്യാറാകുന്നിടത്തോളം ഇത്തരം സിനിമകൾ വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരു ആർഗ്യുമെന്റിന് പ്രസക്തിയുണ്ട്. കാരണം ഇത് ഡയറക്ടറുടെ ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ ഇന്റഗ്രിറ്റിയെ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഐഡിയലി ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ആക്ടറെ പറ്റി, ഒരു ഡയറക്ടറെ പറ്റിയാണ്. ഞാൻ എന്നെ എല്ലാ സ്ഥലത്ത് വെക്കുന്നത് ഏറ്റവും ഐഡിയലായിട്ടുള്ള മെനി പീപ്പിൾ ട്രൈ ഫോർ ദാറ്റ്. മെനി പീപ്പിൾ ഇൻക്ലൂഡിങ് മീ ആർ ട്രൈയിങ് ഫോർ ദാറ്റ്. Cinema as a medium has a huge role in influencing culture, right, and sensitivities. Absolutely. Even culture can't be viewed as a monolith. It has its own abstract differences. So do you think cinema as a medium has influencing culture, and cinema and filmmakers should be held accountable for influencing the culture? It definitely has a role to play in molding the culture. തീർച്ചയായും. പ്രത്യേകിച്ചും ഫിലിംസിൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഡെമോഗ്രാഫിക്സ് എടുക്കുന്നത് 18 to 25 ആണ്. ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ ഒരു കാലഘട്ടത്തിലാണ് അവർ സ്വാധീനിക്കുന്നത്. സോ തീർച്ചയായും വലിയ സ്വാധീനം അതിലുണ്ട്. ആൻഡ് ഇഫ് വി ഹാവ് റോങ്ലി ഇൻഫ്ലുവൻസ് ദെൻ വി ഷുഡ് ബി ഹെൽഡ് അക്കൗണ്ടബിൾ. ഡെഫിനറ്റ്ലി. എങ്ങനെ അക്കൗണ്ടബിൾ ആകുമെന്നുള്ളൊരു ആ കാലം, സമൂഹമൊക്കെ അവർക്ക് തിരിച്ച് ചോദിക്കും. നമ്മളോടിപ്പോൾ പലരും ഇന്ന് പല മീഡിയകളിലൂടെയും പല ഫിലിം മേക്കേഴ്സിനോടും ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അന്ന് ചെയ്തത് ശരിയായിരുന്നോ, അതൊരു സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ലേ എന്ന് അന്നും ഇന്നുമൊക്കെ ചോദ്യങ്ങൾ വരുന്നത് അങ്ങനെയാണ്. അത് ഇന്നത്തെ ഒരു മീഡിയ ലോകത്ത് കൂടുതൽ കോൺവെർസേഷണലായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. തീർച്ചയായും അതിനൊരു പ്രശ്നമില്ല. ചിലപ്പോൾ ഒരു 90കളുടെ ബിഗിനിങ്ങിലുള്ള ഒരു സെൻസിബിലിറ്റി അല്ല ഇന്നിപ്പോൾ 2024 നമ്മൾ ഈ സമയത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെൻസിബിലിറ്റി വെച്ചിട്ട് 30 വർഷം മുന്നേ എടുത്ത ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു സിനിമയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലും ഒരു പ്രശ്നമില്ലേ? പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോർ വാല്യൂസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റി, ഒരു ഇക്വാലിറ്റിയും നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നൊരു സൊസൈറ്റിയുടെ ചിന്തകൾ എക്കാലത്തും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രീയ ചിന്തകളും എല്ലാം ആവിർഭവിച്ചത്. അത് എക്കാലത്തും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ പഴയ കാലത്തെ നോവലുകളെ നമ്മൾ അതിൻ്റെ കോർ വാല്യൂസിൻ്റെ പേരിൽ തള്ളി പറയുന്നില്ലല്ലോ, ഇല്ലേ? നമ്മളിപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ള നോവൽ, അതിനകത്ത് ഉള്ള ഇപ്പോൾ തകഴിയുടെ ഇതെടുക്കുകയാണെങ്കിൽ, നമ്മളെ കയർ ഫോർ ഇൻസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ, അതിനകത്തുള്ള കഥാപാത്ര ചിത്രീകരണവും അതിനകത്തുള്ള മനുഷ്യ ജീവിത അവബോധവും ഒക്കെ ഇന്നും വാല്യുബിളാണ്. മറ്റ് ആർട്ടുകളിൽ അത് സാധ്യമാവുന്നുണ്ട്. എന്തുകൊണ്ട് സിനിമ പോലുള്ളൊരു മീഡിയത്തിന് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ്. കലാകാരൻ ആ അർത്ഥത്തിൽ സെൻസിറ്റീവ് ആയേ പറ്റൂ. വളരെ വളരെ ബോർഡർ ലൈനായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്,
ഒരേ കടലിൽ സുനിൽ ഗംഗോപാധ്യായയുടെ ലൈൻസാണിത്. നാഥൻ ദീപ്തിയുമായിട്ടുള്ളൊരു വളരെ ഇമോഷണലായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ദീപ്തി സ്നേഹത്തെക്കുറിച്ച്, പ്രേമത്തെക്കുറിച്ച് പറയുമ്പോൾ നാഥൻ പറയുന്നുണ്ട്, സ്നേഹത്തെക്കുറിച്ച് നിനക്കെന്താ അറിയുക, നീ ഒരു പെണ്ണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇറ്റ്സ് എൻ എക്സ്ട്രീംലി കോസ്റ്റിക് കമൻറ്റ്. ആ കോണ്ടെക്സ്റ്റിൽ ഇത് വളരെ കറക്റ്റാണ്. ബട്ട് അതിൻ്റെ ചില ക്ലിപ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോഴേ. ഇറ്റ് സൗണ്ട്സ് സോ ഒഫെൻസീവ്. സോ ആ ഒരു ഭയങ്കര തിൻ ലൈനിലൂടെയാണ് ആർട്ടിസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് നമ്മൾ കെയർഫുൾ അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ലാസ്റ്റിംഗ് ഡാമേജ്. പ്രശ്നം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സെൻസിബിലിറ്റിയുടെ മാത്രമല്ല, ഒരു സൊസൈറ്റൽ നോംസ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ആലോചിക്കും. അതായത് 80കളിൽ ഭാര്യയെ നോക്കുന്ന കുടുംബനാഥനാണ് എന്താ മോഡലായ നായകൻ. 2000-ൽ അല്ലെങ്കിൽ 2010-ൽ അങ്ങനെയല്ല. ഭാര്യയുടെ സ്വാതന്ത്ര്യം അതേപടി അല്ല. പക്ഷേ 80കളിലും അനിൽ, ഇൻ കോൺട്രാസ്റ്റ് ദാറ്റ്, 80കളിലും അതിന് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ നോവലുകളിൽ ധാരാളം മറ്റ് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുള്ള മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിൽ അത് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. കാരണം മെയിൻ സ്ട്രീം സിനിമ ഓൾവേസ് ക്യാരിഡ് ദ മോസ്റ്റ് കോമൺ പ്ലേസ് ഓർത്തഡോക്സിക് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള വാല്യൂസാണ് ഇത് ചെയ്തിട്ടുള്ളത്. മറ്റ് മേഖലകൾ വന്നു കഴിഞ്ഞു. നമ്മളുടെ കേരളത്തിന് വെളിയിലുള്ള ലിറ്ററേച്ചറിൽ, അന്തർദേശീയ ലിറ്ററേച്ചറിലൊക്കെ എത്രയോ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത് പലപ്പോഴും ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടേമാണ്. എത്രമാത്രം റെലവെന്റ് ആണ് അത് ഫിലിം മേക്കിങ്ങിന് അത് എങ്ങനെയാണ് എഫക്ട്? വെൽ, ഫിലിം മേക്കർ ആസ് എ കമ്മ്യൂണിക്കേറ്റർ, ആസ് എ സോഷ്യൽ കമ്മ്യൂണിക്കേറ്റർ, അയാളുടെ ബിഹേവിയറിൽ അത് അപ്രസക്തമാണെന്ന് തോന്നുന്നുവെങ്കിൽ പിന്നീട് അത് എങ്ങനെ നമുക്ക് ഒരു കലാകാരൻ നിലയിൽ അയാളുടെ ഒരു അസ്തിത്വം തന്നെ ഒരു നിലനിൽക്കുന്നത്? ഹീസ് റെപ്രസെൻറ്റിങ് സർട്ടൻ എറ്റേണൽ വാല്യൂസ് ഇൻ ദാറ്റ് സെൻസ്. അവിടെ നിന്ന് എത്താൻ സാധിച്ചില്ലെങ്കിലും അതിനെ റെപ്രസെൻ്റ് ചെയ്യാനല്ലേ കലാകാരൻ ശ്രമിക്കുന്ന എക്കാലത്തും. എസെൻഷ്യലായ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക, മറ്റൊരു മാധ്യമത്തിനും ചോദിക്കാൻ കഴിയാത്തത് ലേഖനത്തിലൂടെയോ അല്ലെങ്കിൽ പത്രത്തിലൂടെയോ ഒന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്നതാണ് ഫിക്ഷൻ്റെ ഒരു വലിയ ജോലി അല്ലേ? കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ്. അപ്പോൾ അത് ഈ അടിസ്ഥാന മാനുഷിക മൂല്യങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? അല്ല, അതൊരു മെക്കാനിക്കലായി അപ്ലൈ ചെയ്യേണ്ട കാര്യമല്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഡിസ്കഷൻ ഓൺ ഇറ്റ് ഹാസ് ടേൺഡ് വെരി മെക്കാനിക്കൽ എന്നല്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി അത് ഒരു ഓർഗാനിക്കായിട്ടൊരു വലിയ ബോഡിയുടെ ഉള്ളിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അത് ആ ബോഡിയുമായി ചേരണം. ആ ബോഡി മൊത്തം എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ള ചോദ്യം ഉണ്ടാവണം.